കാണാൻ പോവാം. നമ്മളിപ്പോൾ എവിടെ പോകണമെന്ന്? നമ്മളെ ബിന്നുംബ്രാൽ ഏതാ സ്ഥലം? ബിന്നുംബ്രാനിൽ നമ്മുടെ സാത്തറിൻ്റെ നൈറ്റ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പോകണത്. അവിടെ എങ്ങനെ ഫുഡ് അഭിപ്രായം? കഴിഞ്ഞ ദിവസം ഞാനവിടെ നമ്മളെ മീൽസ് ഒന്ന് ട്രൈ ചെയ്തു. അവിടെ മീൽസ് നന്നാവും നമുക്കറിയാലോ. ആണോ? ഒരു ബ്രാൻഡാണല്ലോ. അതെ അല്ലേ. അതെ. അപ്പോൾ നമ്മൾ അവിടെയാണ് പോകണത്. ജസ്റ്റ് ഞാൻ അന്ന് അവിടെ പോയ സമയത്ത് അവിടെ എന്തോ നിക്കാഹ് ബിരിയാണി എന്തോ എഴുതിയിട്ടുണ്ട്. നമ്മൾ പൊതുവെ ഒരു ടെസ്റ്റർ ആയതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുപാട് എവിടെയും പോകാറുണ്ടല്ലോ. വ്യാഴം നമ്മളുടെ ഒരു ദിവസമാണല്ലോ. അതെ അതെ, ടെസ്റ്റിങ്ങിന്റെ ദിവസം. അതെ. അപ്പോ അത് ഞാൻ അന്ന് എന്നോട് പറഞ്ഞത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതെ അതെ, നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ചെയ്യണം. നമ്മളെ ടെസ്റ്റ് നമുക്ക് ഇതാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പറയുന്ന ടെസ്റ്റ് അല്ല. അതെ അതെ, എല്ലായിടത്തും പോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് സ്വയം നന്നായി പറയാം. മുഖത്തൊക്കെ തന്നെ നമ്മൾ പറയുകയും ചെയ്യും. അത് ഈ നമ്മളൊന്നും പറയില്ല. നമ്മൾ എല്ലാ ഫുഡിനെ പറ്റി നമ്മൾ അങ്ങനെ കുറ്റം പറയാൻ പാടില്ലല്ലോ. അതെ അതെ, നമ്മളിപ്പോ ഈ സാത്തർ റെസ്റ്റോറന്റ് നമ്മുടെ ഇത് മുന്നു പോയിരുന്ന സാത്തറാണോ സൽവാർ റോഡിലുള്ളത്? അതെ അതെ, അന്ന് നമ്മളന്ന് വിഷു സദ്യ ഓണസദ്യ എന്തോ കഴിച്ചിട്ടുണ്ട്. അവര് തന്നെയാണ്. അതെ, അവരെ സ്വയം ബ്രാൻഡ്, സ്വന്തം ബ്രാൻഡ്. അവിടെ എങ്ങനെയാ പാർട്ടി ഹാള് പിന്നെ ഫാമിലിക്കൊക്കെ? അവിടെ രണ്ടും സെറ്റപ്പാണ്. അടിപൊളിയാണ്. ഫുൾ പരിപാടി അവിടെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഒരു എത്ര ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അവിടെ? കപ്പാസിറ്റി നമുക്ക് അത്ര അറിയത്തില്ല, നമ്മള് അങ്ങനെ അന്വേഷിച്ചിട്ടില്ലല്ലോ. പക്ഷേ അവര് ഒരു സെറ്റപ്പ് അനുസരിച്ച് അവർ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ 100+ ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഒരു ഫുഡ് മെനു പ്രൈസ് ഒക്കെ എങ്ങനെ നോർമൽ ആണോ? നമുക്ക് മെനു പ്രൈസ് ആസ് യൂഷ്വൽ നമ്മളെ ഒരു ബ്രാൻഡ് നിലനിൽക്ക് അവരൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അതെ, അപ്പൊ സാധാരണക്കാർക്കും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിലവിൽ ഉള്ള പ്രൈസ്. അതെ, പിന്നെ നമ്മളൊന്ന് ഒരുപാട് അങ്ങനെ കയറി അറ്റാക്ക് ചെയ്ത് കഴിക്കാത്തോണ്ടേ നമുക്ക് അറിയത്തില്ല. അപ്പോ ഇത് ഈ നിക്കാഹ് ബിരിയാണി പറഞ്ഞത് ബിരിയാണി ആണ്. ഫ്രൈഡേ സ്പെഷ്യൽ ആണോ? സ്ലോഗൻ എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ പേരെന്താണ്? ഒരു സിംഗിൾ എടുക്കട്ടെ എന്നാണ് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. അതെ, അറിയാം. നമുക്ക് കാണാം. അതെ അതെ. അപ്പൊ നമ്മളവിടെയാണല്ലോ പോണത്. അപ്പൊ നമ്മള് പോണ സ്ഥലം ബിൻ മഹമ്മൂദിലാണ്. അല്ല, ബിന്നുംബ്രാൻ മർക്കിയലാണ് സ്പോട്ട്. പിന്നെ ഇതപ്പോ മർക്കിയല് ബിന്നുംബ്രാൻ ഏരിയ ആണ്. അതായത് നമ്മളെ ഓയിസ്റ്റർ റെസ്റ്റോറന്റ് ഒക്കെ അടുത്ത് അൽ ജസീറ ഒക്കെ മീഡിയയുടെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഖലീജ് റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്. മുമ്പ് ആ പ്ലേസ് റെസ്റ്റോറന്റ് വില്ലേജ് ആയിരുന്നു. അവരെന്തോ ക്ലോസ് ചെയ്ത് പോയി. അതെ അതെ, വില്ലേജ് റെസ്റ്റോറന്റ് നല്ലൊരു റെസ്റ്റോറന്റ് ആയിരുന്നു. ഇപ്പൊ അത് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ബുഫേ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പൂട്ടി പോയതോ ഷിഫ്റ്റ് ചെയ്തോ അറിയില്ല. നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു. രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടിയിരുന്നു. ഹൈദരാബാദ് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. അത് നല്ലൊരു അടിയാണ് പോയപ്പോ രാവിലത്തെ. അവിടെ എത്ര റിയാൽ ചാർജ് ചെയ്യുന്നത് രാവിലെ? ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ 10 റിയാൽ നമുക്ക് ഇഷ്ടത്ര കഴിക്കാം. അൺലിമിറ്റഡ് ആയിരുന്നു. നല്ലോണം കഴിക്കാൻ പറ്റിയത്. നമുക്ക് അത്രയും കഴിക്കാൻ പറ്റില്ല. ടെസ്റ്റ് ചെയ്യാന്ന് മാത്രമാണുള്ളൂ. അല്ലാതെ ഒരുപാട് ഫുഡ് കഴിച്ചിട്ടൊന്നുമല്ല. നമ്മളിപ്പോ കൂടി വന്നു കഴിഞ്ഞാൽ രണ്ട് ദോശ കഴിക്കും. വേറെ ചില ആളുകളൊക്കെ പറയും ഭയങ്കര ഫുഡടിയന്മാരെ ഒരാള് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡിന് ഇത്ര ക്വാണ്ടിറ്റി. അതെ അതെ, നമ്മളിപ്പോ നിക്കണ ഭാഗത്ത് എവിടെയാണ്? ടവർ മാളാണ്. ടവർ മാൾ ഏരിയ, അതായത് മർക്കിയ സിഗ്നൽ അല്ല, ടവർ മാൾ സിഗ്നൽ എന്ന് പറയൂലേ. ഈ ഡയറക്റ്റ് നേരെ പോയി കഴിഞ്ഞാൽ ലാൻഡ് മാർക്ക് കാരിഫോർ. അപ്പോൾ നമ്മളിപ്പോൾ സിഗ്നലിൽ ഇപ്പോൾ നിന്നോണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഇപ്പോൾ ലെഫ്റ്റ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബിന്നുംബ്രാൻ ഏരിയക്കാണ്. അപ്പോൾ ഇന്നത്തെ ചൂട് എത്ര ഉണ്ടെന്ന്? ചൂട് നിലവിലെ സിസ്റ്റം കാര്യങ്ങൾ 37 ഡിഗ്രി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന വീഡിയോ ഇപ്പോൾ എവിടെയാണ്? ഖത്തറിലാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം എന്നാണ്? വെള്ളിയാഴ്ച. അതായത് 12:51 മെയ് 1-ാം തീയതി. അതായത് ഇലക്ഷന് 3 ദിവസം മുന്നേ.
നമ്മള് തൊഴിലാളികളാണ്, നമ്മൾ ഇവിടുത്തെ എംപ്ലോയീസ് ആണ്, തൊഴിലാളികളാണ്. പാവപ്പെട്ട മിസ്കീനാണ്. ഇടയ്ക്ക് ഒരു വെള്ളിയാഴ്ച നമ്മളൊരു എന്താ പറയുക അടിക്കാൻ പോകും, എല്ലാ ഫ്രൈഡേ നമ്മൾ ട്രയൽ അടിക്കാൻ പോകാറുണ്ട്. എല്ലാ ഹോട്ടലിൽ നിന്ന് കയറി ഇറങ്ങാറുണ്ട്. എല്ലാ വിഭവങ്ങളും നമ്മൾ ഒരു ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ പൈസ നമ്മളിപ്പോൾ ബിന്നുമ്രാനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാത്താർ റെസ്റ്റോറൻറ്റ് നിക്കാഹ് ബിരിയാണി കഴിക്കാൻ പോകുന്നു. നമുക്കറിയില്ല എങ്ങനെ ഉണ്ടെന്ന്, പോയിട്ട് കഴിച്ചൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത്. നമ്മളിപ്പോൾ വീണ്ടും ഇപ്പോൾ അടുത്ത സിഗ്നലിൽ എത്താനായുണ്ട്. മർക്കിയ സിഗ്നൽ. മുന്നേ ഇത് സിഗ്നലിൻ്റെ പേരെന്തായിരുന്നു? മർക്കിയ TV റൗണ്ട് അപ്പോട്ടല്ല, അവിടെയാണ് ലെഫ്റ്റ് സൈഡിൽ മർക്കിയ. അതിൻ്റെ കോർണറിൽ ഒരു ടീ ടൈമിൻ്റെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട്. റൈറ്റ് സൈഡിൽ ഈ കാണുന്ന ഫുള്ളൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ, വില്ലകളാണ്. ഇവിടെയൊക്കെ ഡിസേർട്ടാണ്. സർവീസ് സെൻ്റർ ആണ്. ഇവിടുന്ന് നമ്മൾ ഈ സിഗ്നൽ ലെഫ്റ്റ് പോകും. ഫ്രൈഡേ ആയ തന്നെ വണ്ടികളൊക്കെ അധികം കാലിയാണ്, എല്ലാവരും കിടന്ന് ഉറങ്ങണ്ടായിരിക്കും. നമ്മളെ പോലത്തെ മലയാളികൾ മാത്രമാണ് ഇപ്പോൾ ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുഡ് മസ്റ്റാണല്ലോ എല്ലായിടത്തും. മലയാളികൾ പിന്നെ ഫുഡ് നന്നായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, എല്ലായിടത്തും പോകും. ഇത് മർക്കിയ സിഗ്നലാണ്. ഈ ലെഫ്റ്റ് സൈഡിലെ ഏരിയ ഒക്കെ മുന്നൊന്നും ഇവിടെയൊക്കെ കാലിയായിരുന്നു. ഇപ്പോൾ പുതിയ ബിൽഡിങ്ങുകൾ, ഇതൊക്കെ പുതിയ ബിൽഡിങ്ങുകളാണ്. ഇവിടെയൊക്കെ ചെറിയ ഷോപ്പുകളായിരുന്നു. ഇപ്പോൾ ഒക്കെ മാറി, മൊത്തത്തിലാണ്ട് മാറി മറിഞ്ഞു. ഈ ലെഫ്റ്റ് സൈഡിലൊരു ബുക്കൂതിൻ്റെ ഒരു പെട്രോൾ പമ്പ് കാണാം. മുന്നേ ബുക്കൂതല്ലായിരുന്നു അല്ലേ, വേറെ പേര് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ബുക്കൂന്നല്ലേ പെട്രോൾ പമ്പിനൊന്നും പേരുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ആയതല്ലേ അല്ലേ. ഇവിടെ ഈ കാണുന്ന ഈ ബിൽഡിങ്ങുകളൊക്കെ പുതിയതാണ്. ഇവിടെ നിന്ന് ഇത്ര അധികം ബിസി ഏരിയ ഒന്നും അല്ലായിരുന്നു. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡൊക്കെ ഫുള്ള് പുതിയ ബിൽഡിങ്ങുകളാണ്. പുതിയത് ഈ കാണുന്നതൊക്കെ പഴയത്. ഇവിടെ അത്രയധികം തിരക്കുണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ ഫുള്ള് ആൾക്കാർ കുത്തി തിറങ്ങി തുടങ്ങി, ബിസിയായി. എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാരെ കൊണ്ട് കൂടുതലാണ്. അതെയല്ലേ ഈ സ്ഥലങ്ങളൊക്കെ. ഫ്രൈഡേ ആയ തന്നെ വണ്ടികളാണെങ്കിൽ ഇഷ്ടംപോലെ പാർക്കിങ് ഉണ്ടാക്കി പുറത്ത് കാണണം. ഇതൊക്കെ നമ്മളൊരു സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഒരു 2 മിനിറ്റിനുള്ളിൽ നമ്മളിപ്പോൾ നമ്മളെ സ്പോട്ടിലേക്ക് എത്തും. ഇവിടെ ഇതൊക്കെ ഈ റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഫ്ലാറ്റുകളാണ്, ചെറിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഫുള്ള് ബിൽഡിങ്ങുകളൊക്കെ പുതിയതാണ് കേട്ടോ, ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഖത്തർ മൊത്തത്തിലാണ്ട് മാറി. നേരെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു റൗണ്ട് പോട്ട് കാണാം. പ്രാവ് ചെറിയൊരു റൗണ്ട് പോട്ട് കാണാം. അത്ര എല്ലായിടത്തും ഒരുവിധം റൗണ്ട് പോട്ടുകളൊക്കെ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് ഈ റൗണ്ട് പോട്ട് മാത്രമേ തോന്നുള്ളൂ ഇവിടെ. ഇത് പഴയ കാലത്ത് ഒരു ചെറിയ റൗണ്ട് പോട്ടാണ്, ഇപ്പോഴും ഉണ്ട്. അതുവരെ എടുത്ത് കളഞ്ഞില്ല. ഇവിടെ ഈ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള ഒരു സ്ഥലമാണ്, മെയിൻ ഏരിയ ആണ്. ഇത് മർസ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു തുർക്കി റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ നമ്മളെ ഒരു ഓയസ്റ്റർ റെസ്റ്റോറൻറ്റ് മലയാളികളാണ്. അപ്പം ഇതിൻ്റെ ഈ ഗല്ലികളിലാണ്. ഇവിടെ അല്ലേ, ഇവിടെയാണ്. ഇതാണ് ഈ ഏരിയ തന്നെ. ഈ കാണുന്ന ഏരിയയിലാണ് നമ്മളെ സാത്തർ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. ഈ കോർണറിൽ കാണുന്നില്ലേ സാത്തർ ലൈറ്റ്,
അവിടെ ഇതാണ്, അവിടെയാണ് നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അവിടെയാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. എന്താണ്? നിക്കാഹ് ബിരിയാണി. അപ്പോൾ ആരൊക്കെയാണ് കഴിക്കാൻ പോണത്? ഗാനാളും പിന്നെ എന്നെ കാണിക്കട്ടെ. ഇവിടെ പാർക്കിങ്ങിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഫ്രൈഡേക്ക് വരണമെങ്കിൽ കൺജസ്റ്റഡാണ്, പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കുകയും വേണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ വണ്ടി റൈസ് ഇല്ല കേട്ടോ. അല്ല നമുക്ക് റൈസ് സൈഡില്ല. പുറത്തൊക്കെ വണ്ടി ഇടുമ്പോൾ നന്നായി സൂക്ഷിക്കണം. ആ സൈഡിലൊക്കെ കിട്ടില്ല. അവിടെയൊക്കെ നന്നായിട്ട് ഫൈൻ അടിക്കും. രാത്രി ആയാലും പകലായാലും ബൈക്ക് വന്നിട്ട് ഒരു പോലീസ് വന്നിട്ട് ഫൈൻ മേടിക്കും. ഭക്ഷണം വന്നിട്ട് ചെക്ക് വന്നിട്ട് ഇവിടെ ഫൈൻ മേടിച്ച് മേടിക്കാം. അപ്പോൾ ഞങ്ങളിനി കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡ്? നമ്മളെ ഓർഡർ ചെയ്തെന്താ? നമ്മളെ മട്ടൻ നിക്കാഹ് ബിരിയാണി. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, കുഴപ്പമില്ലല്ലോ, ഒരു ഏവറേജിലെ. കൊള്ളാം. മട്ടൻ പീസ് നന്നായിട്ടുണ്ടായിരുന്നു. മട്ടൻ പീസ് ഉണ്ടായിരുന്നു. മട്ടൻ ജ്യൂസി മട്ടൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സംഭവം സൂപ്പറായിരുന്നു, കുഴപ്പമില്ല, അടിപൊളി. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു അവസാനത്തെ പായസം? ഭയങ്കര ചളായില്ലേ പായസം? എന്തോ ഒരു പോരായ്മ, എന്തോ വെള്ളം എന്തോ കലങ്ങിയിട്ടില്ല, സെറ്റ് ആയിട്ടില്ല. ആരാണ് ഉണ്ടാക്കി? ഞാനൊരു പായസം ലവർ ആയതുകൊണ്ട് ഇന്നത്തെ പായസം പറ്റിയിട്ടില്ല. എനിക്കും പറ്റിയിട്ടില്ല. ഞാൻ തീരെ പായസം കുടിക്കാറില്ല സാധാരണ. പക്ഷെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് ഞാൻ ഒന്ന് കുടിച്ചു നോക്കിയതാ. എന്താണാവോ ഭയങ്കര ഫോൾട്ട്. ഒട്ടും പറ്റില്ല, അതാണ് ഒട്ടും പറ്റില്ല. വായില് തീരെ വെക്കാൻ പറ്റാത്ത പായസം തോന്നുന്നു. ആ മാതിരിയാണ് എനിക്ക് തീരെ പറ്റിയില്ല. നമ്മള് ഒരുവിധം എല്ലായിടത്തും പായസങ്ങൾ കഴിക്കണമല്ലോ. അപ്പോൾ നിങ്ങളങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അല്ലാണ്ട് പിന്നെ പറയില്ലല്ലോ. ഞാനത് കുടിച്ചു നോക്കി, പക്ഷെ എനിക്ക് തീരെ എന്താണ് ഒരു ഫോൾട്ട് പോലെ. ബാക്കി അടിപൊളിയാണ്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഫ്രൈഡേ തിരക്കുണ്ടായിരുന്നു. മുന്നത് ഒരു വില്ലേജ് റെസ്റ്റോറൻ്റ് ആയിരുന്നു അല്ലേ? അത് മാറ്റിയിട്ട് ഇപ്പോൾ സാത്തർ ലൈറ്റ് ആക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഉള്ളിലൊക്കെ കാണാനും ഭംഗിയുണ്ട്, ആംബിയൻസ് ആണ്. ഫാമിലിക്കൊക്കെ കുഴപ്പമില്ല. പാർട്ടിയൊക്കെ ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ. ഫ്രൈഡേ തിരി കുറച്ച് ബിസി സെറ്റപ്പാണ്, അടിപൊളി എൻജോയ്മെൻ്റ് ആണ്. പിന്നെ കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ തിരക്കിനൊന്ന് ഒഴിവാകാന്ന് വിചാരിക്കും. ബുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അവിടെ ഇപ്പോൾ ഫുഡ് ഇപ്പോൾ മോശമാണെങ്കിലും ആൾക്കാർ പോരും. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ആംബിയൻസും അവിടുത്തെ ഉള്ളിലുള്ള സെറ്റപ്പൊക്കെ കാണുമ്പോൾ ആർക്കായാലും ഫാമിലിക്കായാലും വന്നിരിക്കാനൊരു ഇതുണ്ട് അല്ലേ. സാത്തർ പിന്നെ ഓൾറെഡി ഉണ്ട് സൽവാർ ഹോട്ടൽ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അത് അതിൻ്റെ ഫോളോ അപ്പ് ആണ്. പിന്നെ കേരളത്തിലുണ്ട് അല്ലേ? ഞാനും റീഡ് ചെയ്തു. അത് പെരിന്തൽമണ്ണ എവിടെയാണ് ഉണ്ടെന്ന്. അവിടെ ഞാൻ കണ്ടു. പെരുമ്പാവൂർ എവിടെയാണെന്ന് കണ്ടു ഞാനത്. കൊച്ചിയിലല്ല ഉണ്ടാവാം, കുഴപ്പമില്ല. ഉള്ളിയൊക്കെ സെറ്റപ്പല്ല, ഫുഡൊക്കെ കുഴപ്പമില്ലാന്ന് പറയാം. പിന്നെ അത്യാവശ്യത്തിന് മസാലയും മറ്റേ മട്ടനൊക്കെ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല അധികം. നല്ല പീസ് ഉണ്ടായിരുന്നു, റൈസൊക്കെ. ചില സ്ഥലത്ത് നമ്മളിപ്പോൾ എക്സ്ട്രാ ബ്ലാക്കും പിന്നെ മണമൊക്കെ ഉണ്ടാകും. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ എക്സ്ട്രാ റൈസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ ചാർജൊക്കെ ഉണ്ട്. അതിപ്പോൾ എവിടെയാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ ആയിരിക്കും? MRL നമ്മൾ ലിമിറ്റഡ് ആണ്. നമ്മളിപ്പോൾ എന്തിപ്പോൾ അത് എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ റൈസ് വന്നു കഴിഞ്ഞാൽ കൊണ്ടു തരും.
ചിലയിടത്തുണ്ട്. നമ്മളിപ്പോ കഴിച്ച മട്ടൻ ബിരിയാണിക്ക് ഇപ്പൊ എത്ര, മട്ടൻ നിക്കാഹ് ബിരിയാണിക്ക് എത്രയായി? ഒരാൾക്ക് 22 റിയാലുണ്ട്. അപ്പോൾ ഒരു 22 റിയാലുണ്ട് ഒരു ഫ്രൈഡേ. 22 റിയാല് ഒരു മട്ടൻ നിക്കാഹ് ബിരിയാണിക്ക്. മട്ടൻ ഇപ്പോൾ ഓൾറെഡി പൈസ ഉണ്ടല്ലോ. പിന്നെ നോർമൽ തന്നെയാണ് എൻ്റെ അടുത്തും. പലയിടത്തും 25-35 ഉണ്ടായിരിക്കും. ഇവിടെ 22 ഉള്ളൂ അല്ലേ. പിന്നെ റൈസ് ചെറിയ റൈസ് ആയിരുന്നു അല്ലേ? റൈസ് മറ്റേ കൈമ റൈസ് ആയിരുന്നു, നെയ്ച്ചോറിൻ്റെ. ഇപ്പോൾ മറ്റേ ബസ്മതി റൈസ് അല്ല, നമ്മളെ ചെറിയ റൈസാണ്. നമ്മളിപ്പോൾ തിരിച്ചിപ്പോൾ റൂമിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കണത്. ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റുള്ള റൂമിലേക്ക് എത്താൻ. ആ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തടുത്ത് സിഗ്നൽ കുറച്ചധികം ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഒരു 300 മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു അടുത്ത സിഗ്നൽ കിട്ടും. ചാടി ചാടി പോകേണ്ടി വരും. ഒരു സ്പീഡ് കൊണ്ട് എടുത്ത് വരുമ്പോൾ അടുത്ത സിഗ്നൽ ഇവിടെ എത്തും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പലമേട് പല രാജ്യക്കാരെ കവർ വണ്ടികളും കൂടെ കാണാൻ പറ്റും. എല്ലാ രാജ്യത്തെ വണ്ടികളുണ്ട് ഇവിടെ. ചൈനീസിന്റെ കാറുകൾ ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ ചൈനീസിന്റെ കാറുകൾ കണ്ടാൽ മാറുണ്ട്. ഒരുപാട് ചൈനീസ് കാറുകൾ കാണാൻ പറ്റും. പൈസയും കുറവാണ്. പക്ഷെ സാധാരണ റിസൾട്ട് വരാനായിട്ടില്ല. കാരണം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു 5-6 വർഷമൊക്കെ ഒരു കണ്ടമാനുണ്ട്. മുന്നൊന്നും ഇത്ര ഉണ്ടാകുന്നില്ല. മുന്നൊക്കെ നമ്മളിപ്പോൾ മാരുതിയുടെ, സുസുക്കി, സിയാസ് അങ്ങനത്തെ കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ളത് ചൈന മാർക്കറ്റിലാണ്ട് ഫുള്ള്. എല്ലാത്തിനും കോപ്പി, ഒരുവിധം എല്ലാത്തിനും കോപ്പി ഉണ്ട് അല്ലേ? ടയോട്ട എല്ലാവരും, പിന്നെ ലാൻഡ് റോവർ, ഡിഫൻഡർ എല്ലാതും ഒക്കെ കോപ്പി ആയിട്ടുണ്ട്. പിന്നെ ചെറിയ വണ്ടികളും സലൂൺ കാറുകളൊക്കെ ഒരുവിധം കോപ്പികളായിട്ടുണ്ട്. മാർക്കറ്റിൽ തീരെ അല്ലാത്ത സാധനമായിരുന്നു ചൈന. ഖത്തർ മാർക്കറ്റ് ഫുള്ള് ഒരുവിധം ചൈന കൈ അടക്കുന്നുണ്ട്. ചൈന തന്നെയാണ്. പിന്നെ വിലയും കുറവാണ്. പിന്നെ അധികം റീസെയിൽ വാല്യൂ ഉണ്ടാവില്ല ഒരിക്കലും. അത് 100%. മറ്റുള്ള കമ്പനികളനുസരിച്ചിട്ട് റീസെയിൽ വാല്യൂ ഉണ്ടാവില്ല. നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഓക്കെ. വിറ്റ് കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇവിടുത്തെ ടവർ മാൾ സിഗരറ്റ് എത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒക്കെ പോർഷ് ഏരിയയാണ് ഒരുവിധം ഖത്തറിലല്ലേ. ഖത്തറിൽ പോർഷ് ഏരിയയാണ്. ഈ കറാഫ, അൽമര, ഗോസ്റ്റ് കോർണിഷ്, മർക്കിയ ഏരിയ ഒക്കെ ഷെയ്ക്ക് പല ഏരിയയാണ്. ഇവിടെ ഉള്ള എല്ലാവരും പിന്നെ ഷെയ്ക്കാണല്ലോ, നമ്മൾ മാത്രമേ ഷെയ്ക്കല്ലാത്തുള്ളൂ. ഈ ടവർ മാളൊക്കെ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷം ഉണ്ടാവും? ഇതൊരു ഷെയ്ക്കിൻ്റെ ഒരു ടവർ മാളാണ്, അറബിയാണ്. പക്ഷേ ഇതിൽ മാർക്കറ്റ് യൂറോപ്യൻ തന്നെയാണ്. സ്പാറ അല്ലേ, ഇന്റർനാഷണൽ കാലമാണ്. ഇത് എത്ര വർഷം ഉണ്ടാവും? ഒരു 4-5 വർഷം. വേൾഡ് കപ്പിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തൊരു മാളാണത്. ഞങ്ങളിവിടെ അധികം പോകാറില്ല. കാരണം അത് യൂറോപ്യൻ ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ളത് സ്പാർ. അവിടെ അത്ര വലിയ ഓഫറുകളൊന്നും ഉണ്ടാവാറില്ല. നമുക്ക് ഈ സാധാരണക്കാർക്ക് ലുലു, സഫാരി മാള്, പിന്നെ എവിടെയാണോ ചീപ്പ് ആൻഡ് ബെസ്റ്റ് അവിടെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. ഇവിടെ ഒന്നും പോയാൽ നമുക്ക് പറ്റില്ല. പിന്നെ കാണാൻ മാത്രമായിട്ട് പോകാമെന്ന് മാത്രം അല്ലേ? അതെ. പൈസ കൊടുത്തിട്ടുള്ള കളിയൊന്നുമില്ല അവിടെ. പൈസ കൊടുത്തിട്ടുള്ള കളി ആകെ മറ്റേ ഫുഡിന് മാത്രം. പിന്നെ ആവശ്യം നമ്മളൊരു വലിയ ഒരു സിനിമക്കൊക്കെ പോവും. പിന്നെ ഇന്നിപ്പോൾ പുതിയൊരു പാടം ഇറങ്ങിയത് മമ്മൂട്ടിയുടെ പോലെ തന്നെ പാട്രിയോട്ട്. റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വന്നിട്ട് നമ്മൾ കാണാൻ പോകണം. മുന്നേ പോയി അഭിപ്രായക്കാരനോട് പോകണം. വെറുതെ അവിടെ പോയിട്ട് 2 മണിക്കൂർ. നിങ്ങൾ
പാട്ടൊക്കെ പാടുമോ? ടവർമാൾ ഏരിയ ഒക്കെ ഫുള്ള് പോർഷ് ഏരിയ ആണ് കേട്ടോ. പൈസ ഉള്ളവർ മാത്രമേ ഉള്ളൂ, പൈസ അല്ലാത്തവരൊന്നും ഇല്ല ഇവിടെ. ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ. ഫാമിലി പാർക്കാണ്, ചെറിയൊരു പാർക്ക്. പോയി 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 നമ്മളെ സ്ഥലത്താവണയാണ്. ഇവിടുത്തെ മതിലൊക്കെ മറ്റേ ജയില് പോലെ അത്ര വലിയ വലിപ്പുള്ള മതിലുകളായിരിക്കും. ജയിലിൻ്റെ ജയിൽ മതിലാണ് അധികം കൂടുതലായിട്ട് കാണാൻ പറ്റുക. വീടിനെക്കാട്ടിയും പൊക്കം ഉണ്ടായിരിക്കും. നോക്കിയേ കണ്ടില്ല, ഇതാണ് കുറച്ച് പ്രത്യേകത. പക്ഷേ അവിടെ നിന്ന് ആരും പേടിക്കണം. ഇവരെന്താണോ പേടിക്കണം അറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഓക്സിജൻ പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താ ചോദിച്ചാൽ എല്ലാം ക്ലോസ്ഡ് ആണ്. പ്രൈവസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് പിന്നെ പറയാണ്ട. നമുക്ക് അറിയില്ല അവിടെ ഓരോ കൾച്ചറാണ്. ഇപ്പോൾ ഇതാണ് നമ്മളെ ഏരിയ. നമ്മളെ റൂമിൻ്റെ അവിടേക്ക് എത്താനായി ഏതാണ്ട്. അല്ലേ, വീടുകളൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ വലിയ ഫ്ലാറ്റുകളും റൂമുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്താ പറയാനുള്ളത്? അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? നമ്മുടെ റൂം എത്താനായി. ഇന്നത്തെ ഫ്രൈഡേ കഴിഞ്ഞു. നിക്കാഹ് ബിരിയാണി വിശേഷങ്ങളാണ് മുന്നിൽ ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യാം. ഇനി ഒരു ട്രിപ്പ് ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അതിനിടയിലോ ഇടയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ടാറ്റ, കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.